കോയമ്പത്തൂരിൽ ഒരു 5 ദിവസം മുന്നേ ഒരു 10 വയസ്സായ പെൺകുട്ടിയെ നിഷ്ഠൂരമായി റേപ്പ് ചെയ്ത് കൊല ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഇപ്പോൾ ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താ സംഭവം? ഒരു 4-5 ദിവസം മുന്നേ കോയമ്പത്തൂരിലെ ഒരു ഗ്രാമത്തിൽ സുലൂർ എന്ന ഏരിയയിൽ ഒരു 10 വയസ്സായ കുട്ടിയെ കാണാതാവുന്നു. ഏകദേശം ഒരു 4-5 മണിയോടെയാണ് കുട്ടിയെ കാണാതാവുന്നത്. പക്ഷേ കുട്ടിയെ കാണാതായ വിവരം അമ്മ അറിയുന്നത് അച്ഛൻ 8 മണിക്ക് വന്നതിന് ശേഷം. അതിന്റെ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്തുകൊണ്ടാണ് ആ അമ്മ അറിയാത്തത്, എന്താണ് കാര്യം എന്നുള്ളതൊക്കെ. 8 മണിക്ക് ശേഷം അച്ഛൻ വന്നതിന് ശേഷം കുട്ടിയെ കാണാനില്ലെന്നറിഞ്ഞ് എല്ലാവരും കൂടി, നാട്ടുകാരും എല്ലാവരും കൂടി തിരയുന്നു. കൂട്ടത്തിൽ ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യം ചെയ്തത് ഒരു കാർത്തി എന്ന് പറഞ്ഞ ഒരു യുവാവാണ്. ഈ കാർത്തി ഇങ്ങനെയുള്ള ഒരു കൊലകൃത്യം ചെയ്യുന്നുള്ള കാര്യം ആ കാർത്തിയുടെ സുഹൃത്തായ മോഹൻരാജ് എന്നൊരു വ്യക്തി കൂടി അറിയായിരുന്നു. അപ്പോൾ ഈ തിരച്ചിൽ സംഘത്തിന്റെ കൂട്ടത്തില് ഈ മോഹൻരാജും ഉണ്ടായിരുന്നു. ഈ തിരച്ചിൽ സംഘത്തിനൊപ്പം കൂടിയിട്ട് ഈ മൃതദേഹം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും വഴിതിരിച്ചു വിടുക, കുട്ടി അങ്ങോട്ടാണ് പോയത് ഇങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ, ആ സംഘത്തിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു ഈ മോഹൻരാജു. അപ്പൊ അവന്റെയൊക്കെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടി ഇവിടെയാണെന്ന് അറിയാം, മരിച്ചു കിടക്കുന്ന ഈ സ്ഥലത്താണ്, ഈ കിണറ്റിലാണെന്നറിയാം. പക്ഷേ ആ മൃതദേഹം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ മൈൻഡ് പോയ അവസ്ഥ നോക്കണം. അപ്പൊ കുട്ടി കാണാതിന് ശേഷം ഒരു ഏകദേശം 10 മണിയോടടുത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പോലീസും ഊർജിതമായി അന്വേഷിക്കുന്നു. ഏകദേശം 250ഓളം CCTV ക്യാമറകൾ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഈ കുട്ടി, ഈ കാർത്തി എന്ന ഈ യുവാവിന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന ഒരു വീഡിയോ പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷം മോഹൻരാജിനെ ചോദ്യം ചെയ്യുന്നു, കാർത്തിയെ പിടിക്കുന്നു, മൃതദേഹം കണ്ടെടുക്കുന്നു. അത് മൃതദേഹം കണ്ടെടുക്കുന്ന ഈ ലൈറ്റ് സ്ട്രീറ്റോ ഒന്നും ഇല്ലാത്ത ഏരിയയിലെ ഒരു കിണറ്റിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കാരണം അത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടാണ് ആ കുട്ടിയെ ഈ കാർത്തി എന്ന യുവാവ് കൊലപ്പെടുത്തിയത്. റേപ്പ് ചെയ്യുക മാത്രമല്ല, കുട്ടിയുടെ കാല് തച്ചുടയ്ക്കുകയും കൈ തച്ചുടയ്ക്കുകയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ മുടി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഇവൻ ചെയ്തത്. ഇവനൊന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല, മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ പോലും എനിക്ക് അറിയില്ല. അപ്പോൾ ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ജോസഫ് വിജയ് അവിടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് സ്ത്രീ സുരക്ഷ അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന്. അതിനുവേണ്ടി തന്നെ ഒരു 4ഓളം DGPയെ ഈ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി, കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ മാത്രം കുറ്റാണോ? അവിടെയാണ് ഒരു സംഭവം കിടക്കുന്നത്. ഇന്ന് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: 4 മണിക്ക് കുട്ടിയെ കാണാതായപ്പോൾ ഈ സ്ത്രീ പോയിട്ട് അവളുടെ അമ്മയെ, ആ കുട്ടിയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. വരുന്ന ആവശ്യത്തിനാണ്, അത് കൃത്യമായിട്ട് അറിയില്ല എന്നാ സംഭവം. ആ കുട്ടിയെ, അമ്മയെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് ഒരു ബോധവും ഇല്ല എന്നാ പറഞ്ഞത്. കുടിച്ച് ബോധം കെട്ട് ഉറങ്ങിയായിരുന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. அந்த அளவுக்கு போதையில இருந்தாங்க. நாங்க போய் எழுப்பணும், எந்திரிக்கவே கிடையாது. அந்த பொண்ணு தொலைஞ்சு போனதே தெரியாது. நாங்க போய் பொண்ணு காணாம போச்சு பவி எந்திரினா அந்த அளவுக்கு தான் அந்த பொண்ணு இருந்தா. அதாவது ஒருத்தவங்க தெரியாம அந்த பொண்ணு போக கிடையாது. முட்டாய் வாங்கி கொடுத்தான், அது வாங்கி கொடுத்தான், அதெல்லாம் உண்மை கிடையாது. அவங்க அம்மாவுக்கு பழக்கப்பட்டிருக்கு. அந்த பொண்ணு வந்திருக்காங்க, போயிருக்காங்க, பழகிருக்காங்க. அந்த ஆளை வாங்கி கொடுத்துருக்கான், நல்லா போட்டுட்டு மொக்கா விட்டு பிள்ளை இழுத்துட்டு போயிட்டான். இதுதான் உண்மை. അതേപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയും ഒരു പത്രസമ്മേളനം, ഇന്നൊരു പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യം ചർച്ച ചെയ്യാം. இன்ன வரைக்கும் எல்லாத்துக்குமே தெரியும். 2 பேர் கடத்தி கொண்டு போய் ரொம்ப கொடுமைப்படுத்தி இருக்காங்க. கடத்தி போகும்போது நீங்க இது ட்ரிங்க்ஸ் அடிச்ச மாதிரி சொல்லிட்டு இருக்காங்க. 4 மணிக்கு இந்த சம்பவம் நடந்திருக்கு. என்னன்னு கேட்டீங்கன்னா, நிறைய பேர் வந்து கேளுங்க, 4 மணிக்கு சம்பவம். அந்த கார்த்தின்னு சொல்லி ஒருத்தர் உங்க கூட இருந்திருக்காரு, ட்ரிங்க்ஸ் உங்களுக்கு வாங்கி கொடுக்க 5 மணில சொன்னது தகவல். அதுல இருந்து வந்து நீங்க அடுத்த மறுநாள் வரைக்கும் நீங்க வந்து இதுல இருந்திருக்கீங்க, போதையில இருந்திருக்கீங்க, உங்களுக்கு தெரியல அப்படிங்கிறாங்க. இதுக்கு என்ன சொல்றீங்க? இதுக்கு என்ன எப்படி சொல்றதுன்னு கேட்டீங்கன்னா, நான் அங்க அந்த வீட்டுக்கு நான் போய் 1 மாசம் தான் ஆகுது. சரிங்க, அந்த இருங்க நான் சொல்லிடுறேன். ஏன்னா ஆரம்பத்துல சொன்னாதான் உங்களுக்கு தெரியும். ஏன்னா இப்ப வந்து எல்லாம் தேவையில்லாத நிறைய வருது வெளியே. இப்ப வந்து நாங்களே குழந்தை போயிடுச்சு உட்காந்துட்டு இருக்கிறப்போ புதுசா என்ன இது கட்டுக்காத இத்தனை வருஷமா இவங்களே எங்க ஊர் இருக்கிறாங்க. என்னை பத்தி எல்லாத்துக்குமே இங்க இருக்கிறவங்களுக்கு தெரியும். எதுக்கு அவங்க தேவையில்லாத பேசணும்? அப்ப என்ன அவங்களுக்கு சப்போர்ட்டா? பெத்த தாய் குழந்தை இழந்துட்டு நாங்களே இங்க உட்காந்துட்டு இருக்கோம். நேரா பார்த்து குழந்தை இழந்துட்டு நாங்க இங்க உட்காந்துட்டு இருக்கிறோம். இழந்து உட்காந்துட்டு இருக்கிறப்போ ஒரு லேடி, அவங்களும் பொம்பளைதான், அவங்களுக்கும் குழந்தை இருக்குது. அப்ப எங்களுக்கெல்லாம் சப்போர்ட் பண்ணாம அவங்களுக்கு சப்போர்ட் பண்றாங்க அப்படின்னா அவங்களுக்கு அதுல உடம்பே இருக்கா? தேவையில்லாம எதுக்கு இது பேசணும்?
இப்போ குழந்தை என்ன காணாம ஒரு நிமிஷம், இந்த குழந்தை வந்துட்டு சாயந்தரம் 5 மணிக்கு காணாம 5:30 போயிருக்கு. மணிக்கு ஆனா நீங்க அதுக்கப்புறம் வந்துட்டு பாத்தீங்கன்னா உங்க அப்பா வந்துட்டு வேலையை முடிச்சுட்டு வந்துதான் தொலைவிருக்காரு. நீங்க அது வரைக்கும் வந்து இந்த குழந்தை மிஸ் ஆனது கூட தெரியாம நீங்க எப்படி இருந்தீங்க? எப்படி சொல்றது, இது வந்து இத்தனை நாள் நான் சொல்லக்கூடாதுன்னு இருந்தேன். அவர் வந்து ஃபுல்லா தண்ணி அடிப்பாரு. சரிங்களா, நான் சொல்லிடுறேன். நான் அவர் தண்ணி அடிக்கிறப்போ என்ன பண்ணிருக்காரு, முந்தானத்து அவர் குழந்தை காணாம போறக்கு ஒரு நாளைக்கு முன்னாடி கருப்பு கலர் ஜூஸ் இந்த மாதிரி ஜூஸ்ல வந்து வாங்கி கலந்து ஃப்ரிட்ஜுக்குள்ள வச்சிருந்திருக்காரு. அது எங்களுக்கு தெரியல. தெரியாதப்ப என்ன பண்ணிருக்கேன், எல்லா வேலையும் நான் முடிச்சுட்டு தூங்கி எந்திரிச்சிட்டு ஒரு 2 மணி இருக்கும். 2 மணிக்கு எந்திரிச்சு சரி ரொம்ப தொண்டையில வந்திருக்கு, சரி ஜில்லுன்னு ஃப்ரிட்ஜுக்குள்ள இருக்கேன். அதை எடுத்து ஒரு முடக்கு தான் குடிச்சு, அது குடிச்சு அது ஒரு மாறு இருந்ததுன்னு சொல்லி அப்போதையே அதை தூக்கி அதை வச்சு போட்டு அந்த டைம்ல எனக்கு என்ன ஆச்சுன்னு தெரியல. அந்த அந்த ஒரு மணி நேரத்துக்குள்ள ஒரு மாதிரி தலை சுத்தி வந்து நான் படுத்துட்டு இருந்தப்ப அந்த பாப்பா என்ன நிக்குது, கடைக்கு போயிருக்கா. அந்த டைம்ல இந்த மாதிரி ஆகும்னு எனக்கு தெரியாது. இவன் எதுக்கு வாங்கி அதை கலந்து வீட்டுக்குள்ள வைக்கணும்? இதே குழந்தை எடுத்து குடிச்சிருந்தா என்ன ஆகுறது சொல்லுங்க. இப்போ நீங்க அதே வீட்டுக்குள்ள பியர் பாட்டில், வாட்டர் பாட்டில்ல சரக்கு இதெல்லாம் இருந்தது. ஒரு போட்டோ ஒண்ணு வெளியாயிருக்கு. அது நீங்க பாத்துட்டீங்களா என்னன்னு தெரியாது. அது வந்து ரெகுலரா இருக்கு. உங்களுக்கு வந்து மது பழக்கம் தொடர்ச்சி இருந்துட்டு இருக்குது அப்படின்றது சொல்றவங்க 1000 சொல்லாங்க சார். இப்போ நான் சொல்றவங்க 1000 சொல்லலாம். இத்தனை நாள் இதெல்லாம் வெளியே வராது. இப்ப எதுக்கு வரணும்னு தான் நான் இப்ப அந்த வீட்டுக்கு போய் 1 மாசம் ஆகுது. அந்த 1 மாசத்துல என்னை பத்தி உங்களுக்கு என்ன தெரியும்? இந்த 10 வருஷமா அவங்க கூட நான் இருக்கேன். அந்த ஆள் என்னென்ன பண்றான்னு எனக்கு ഇതാണ് സംഭവിച്ചത് എന്നാണ് ആ അമ്മ പറയുന്നത്. അതായത് ഞാൻ അത് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. സംഭവം കുട്ടിയുടെ അച്ഛൻ മദ്യപാനിയാണ്. അപ്പോ വീട്ടില് ഒരു കറുപ്പ് കളറിൽ വെള്ളത്തിൽ കൂൾ ഡ്രിങ്ക്സ് പോലത്തെ കളറ് മദ്യം കലക്കി വെച്ചെന്നും അത് ഞാൻ അറിയാതെ, ഇത് മദ്യമെന്നറിയാതെ ഞാൻ എടുത്ത് കുടിച്ചെന്നും ഒരു സിപ്പ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതിനുശേഷം എനിക്കൊന്നും മനസ്സിലായില്ല, ബോധം കെട്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. ആ സ്ത്രീയുടെ വർത്താനത്തിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്ത സംഭവം കേട്ടോ, പറയുന്നത് പച്ച കള്ളായിട്ടാണ് തോന്നണേ. അതിനൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോകളിൽ ബീറുകുപ്പിയും, അതായത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളായിട്ടാണ് ആ വീട്ടിലെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അങ്ങനെയാണ് ആ വീട്ടിലെ അവസ്ഥ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് ഉത്തരം ഈ ആ കുട്ടിയുടെ അമ്മ പറയുന്നില്ല. അത് ഞാൻ പച്ചക്കള്ള എന്ന് പറഞ്ഞല്ലോ, ഒരു സിപ്പ് കുടിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയധികം ഒരു 3 മണിക്കൂറോളം 4 മണിക്കൂറും ബോധം കെട്ട് ഉറങ്ങേണ്ടതൊക്കെ ഉണ്ടാവോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. മറ്റേ കണ്ട വീഡിയോയില് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കാർത്തി എന്ന് പറയുന്നവനെ ഈ സ്ത്രീക്ക് മുമ്പേ അറിയാമെന്നുള്ള കാര്യം ആ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചുറ്റിവരിഞ്ഞ് നോക്കുമ്പോ എവിടേക്കോ എന്തൊക്കെയോ ഒരു ദുരൂഹത കാണാനുണ്ട്. കാർത്തിയുടെ വീട്ടിലാണ് ഈ കുട്ടി കളിക്കാൻ പോകുന്നതെന്നും ആ കാർത്തിക്ക് 2 മക്കളുണ്ടെന്നും അപ്പോൾ ഈ കാർത്തിയെ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതും ഒക്കെ ഈ അമ്മ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികള് എവിടെയാണ് സുരക്ഷിതർ? സ്വന്തം വീട്ടിലോ സുരക്ഷിതരല്ല, നാട്ടുകാരിടയിലോ സുരക്ഷിതരല്ല, അറിയുന്നവരടുത്തും സുരക്ഷിതരല്ല. ആ കുട്ടിയെ ഞാൻ മുട്ടായി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കാർത്തി എന്ന ഈ നരാധമൻ ആ കുട്ടിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ആ പോകുന്ന സമയത്ത് ആ കുട്ടി എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? എന്റെ മാമൻ, എന്റെ അങ്കിൾ എനിക്ക് മുട്ടായി വാങ്ങി തരാൻ പോവുകയാണ് എന്ന സന്തോഷത്തോടെ ആയിരിക്കും അവന്റെ കൂടെ ആ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കുട്ടി നമ്മളോട് കൂടെ എപ്പോഴും സുരക്ഷിതരായിരിക്കണം. മദ്യപിച്ച് ലക്ക് കെട്ട് ബോധം കെട്ട് ഉറങ്ങി കുട്ടി എവിടെ പോയതാണെന്ന് അറിയാത്ത, ഇതിലിപ്പോ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായി, എത്രയേ ഉള്ളൂ. കുട്ടിയുടെ അമ്മയാണെങ്കിൽ അച്ഛനെ കുറ്റം പറഞ്ഞു, അച്ഛൻ മദ്യപാനിയാണ്. ഇനി അച്ഛന്റെ ഭാഗം എന്താണെന്ന് അറിയില്ല, അച്ഛന്റെ ഭാഗം ഈ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും. നമുക്ക് സംഭവത്തിലേക്ക് തിരിച്ചു വന്നാല്, ഇവനെയൊന്നും കോടതിക്കൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻകൗണ്ടറും ചെയ്യാൻ പാടില്ല. വിജയ് എന്തായാലും ഒരു തക്കതായ ശിക്ഷ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് എന്താണ് തക്കതായ ശിക്ഷ? ഒന്നുകിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ജീവപര്യന്തം എന്നാണെങ്കിൽ പരോള് കിട്ടും. പരോള് കിട്ടിട്ട് ഈ നായ്ക്കള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള്, ഒരുപാട് വിജയന്റെ സിനിമകളൊക്കെ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന കുട്ടികൾക്ക് വിജയ് എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മള് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനൊന്നും അങ്ങനെയൊന്നും എളുപ്പത്തിൽ ചാകാൻ അനുവദിക്കരുത്. ആ കുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ ഇവനും സംഭവിക്കണം. വേദന കൊണ്ട് പൊളയണം. അതൊക്കെ അപ്ഡേറ്റ് ആകണം. അപ്ഡേറ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇവൻ എന്തൊക്കെയാ ചെയ്യുന്നത്, ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ഒരുത്തനും, അത് ഇന്ത്യയിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഏതൊരുത്തനും ഇനി ഇങ്ങനെ ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കണം. ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളാണ്, നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. ഇപ്പോ അവര് ഫാമിലീസും അമ്മയൊക്കെ വന്ന് പറയുന്നത് CM വരണം, ഇതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ആക്ഷനൊക്കെ എടുക്കാം, പക്ഷെ ആദ്യം പോലീസ്, ആ കുട്ടിയുടെ പോലീസ് എന്ന് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. ആരുടെ കൂടെ പോണം,
ആരുടെ കൂടെ പോകരുത്, കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നടത്തേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ കണ്ടവന്റെ കൂടെ കള്ളും കുടിച്ചിട്ട് ബോധം കെട്ട് കിടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെയുള്ള അവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് എഡ്യൂക്കേഷൻ, ഇത് ഓരോ പെൺകുട്ടികൾക്കും അവർക്ക് ബുദ്ധി വളരുന്ന കാലത്ത് തന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇതാണ് ബാഡ് ടച്ച്, ഇതാണ് ഗുഡ് ടച്ച്, ഇതൊക്കെ സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയും ആവട്ടെ അവർ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊന്നും ഒരു കാലത്തും വരാൻ സാധിക്കാത്ത സംഭവമാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഈ ന്യൂസിന്റെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും. എന്തായാലും ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു മാതൃകയാകുന്ന ഒരു ശിക്ഷ വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശിക്ഷ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.